ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് 27 സംവത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുക. ഈ സന്ദർഭത്തിൽ ഈ കഴിഞ്ഞ 27 വർഷം കൊണ്ട് ട്രസ്റ്റിൻ്റെ ഭരണം എങ്ങനെയാണെന്നും ട്രസ്റ്റിൻ്റെ സ്ഥാപനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോളേജുകളും സ്കൂളുകളും മറ്റിതര സ്ഥാപനങ്ങളും എല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അത് ഏറ്റവും ശോചനീയമായ അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. എസ് എൻ കോളേജുകളെല്ലാം നിലവാര തകർച്ചയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോഴ മാത്രം ലക്ഷ്യമിട്ടിട്ട് അധ്യാപകരെ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നിയമിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് എസ് എൻ കോളേജുകളെല്ലാം അധ്യാപക വൃന്ദത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു ടീമിനെ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന ആശുപത്രി സമുച്ചയങ്ങളെല്ലാം ഏകദേശമൊക്കെ വിറ്റ് തുലച്ച് അതൊക്കെ ഓരോ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. പല യൂണിയനുകളും ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള ആൾക്കാർ സമ്പാദിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളും അത് തകർത്ത് അല്ലെങ്കിൽ അതൊക്കെ പലതും വിൽപ്പനയ്ക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ വിറ്റ് കഴിയുകയോ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്പലപ്പുഴ യൂണിയൻ്റെ എടുക്കാനാണെങ്കിൽ അമ്പലപ്പുഴ യൂണിയൻ്റെ കീഴിലുള്ള പല സഹയോഗങ്ങളും അതിൻ്റെ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്പലപ്പുഴ യൂണിയനെ മാത്രമല്ല, ഈ സംസ്ഥാനത്തെ മിക്കവാറും യൂണിയനുകളുടെയും സഹയോഗത്തിൻ്റെയും അവസ്ഥകളെല്ലാം ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ശരി, കഴിഞ്ഞ 27 വർഷത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭരണം കൊണ്ട് എസ് എൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തെ അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും കോഴ ഭരണം മാത്രമാണ് നടന്നിട്ടിരിക്കുന്നത്. കോഴ മേടിച്ചുകൊണ്ട് അധ്യാപകരെ നിയമിക്കുക, കോളേജുകൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ മുഴുവനും തകർത്തെറിയുക, അങ്ങനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പാടില്ലാത്ത ഒരു ഭരണക്രമമാണ് അല്ലെങ്കിൽ ഒരു അഴിമതി ഭരണമാണ് എസ് എൻ ട്രസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ് എൻ ഡി പി യോഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യോഗത്തിൻ്റെ സ്ഥാപനങ്ങളും ഇതേ രീതിയിൽ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുന്നു. അതിൽ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സംവിധാനം നിലവിൽ നിർത്തിക്കൊണ്ട് അതിനെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലായിരുന്നു ഇത്രയും നാളും നിലനിന്ന് പോന്നിരുന്നത്. അത് കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായൊരു വിധിയിലൂടെ എല്ലാ എസ് എൻ ഡി പി യോഗ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകേണ്ട ഒരു വിധി വന്നിട്ട് ആ വിധിയെ ഇംപ്ലിമെന്റ് ചെയ്യാതെ ഭയന്ന് പുറകോട്ട് ഓടുന്ന ഒരു സാഹചര്യമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കുന്നതിന് വേണ്ടി പല നിയമങ്ങളെയും സമീപിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വിധിയെ മറികടക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു വിധിയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള നിയമോപദേശം കിട്ടിയപ്പോൾ ഒരു കാരണവശാലും തനിക്ക് ഇതിൻ്റെ അകത്ത് എസ് എൻ ഡി പി യോഗത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ട് ഉള്ള കാലം മുഴുവനും ഇതിൻ്റെ അകത്ത് ഈ ഭരണക്രമം ഇതേപോലെ തന്നെ അല്ലെങ്കിൽ കാലപരിധി അവസാനിച്ചിട്ടും 5 വർഷം എന്നുള്ള കാലപരിധി അവസാനിച്ചിട്ടും ഇപ്പോൾ 7ാമത്തെ വർഷവും യാതൊരു നിയമത്തിൻ്റെ പിൻബലവും ഇല്ലാതെ അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.